നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാനുള്ള പൂർണ്ണ അനുമതി നൽകിയതിൽ രൂക്ഷ വിമർശനവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി വരുമ്പോൾ ബ്രിട്ടൻ പൂർണ്ണമായും ആ ഒരു അനുമതി കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള ഇറാന്റെ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. പക്ഷെ അതേ സാഹചര്യത്തിൽ തന്നെയാണ് യുദ്ധപിന്മാറ്റത്തിലേക്ക് അമേരിക്ക കടക്കുന്നോ എന്നൊരു ചോദ്യവും കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയരുന്നുണ്ട്. ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറിയ പങ്കും ഇസ്രായേൽ അമേരിക്കയുടെ യുദ്ധ താല്പര്യങ്ങളിൽ പങ്കുചേരാൻ താല്പര്യപ്പെടാത്തവരാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചെയ്തത്. സ്വയം പ്രതിരോധത്തിനായുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ ഇറാന് അവകാശമുണ്ട്. എന്നാൽ ഇറാൻ പ്രതിരോധ മന്ത്രി വിശദീകരിക്കുമ്പോൾ സത്യത്തിൽ ബ്രിട്ടീഷ് കടലിന്റെയും ചെകുത്താന്റെയും നടുക്ക് നിൽക്കുന്ന പോലെ ആയിപ്പോയി എന്നും പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്നത് കുറച്ചു കൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വിശദീകരിക്കുന്നത്. ഇതൊരു വൈകിയ പ്രതികരണമാണെന്നാണ് നിരാശ മറച്ചുവെക്കാതെയാണ് ട്രംപിന്റെ പ്രതികരണം. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണ്. കാരണം നമ്മുടെ ബന്ധം അത്രത്തോളം മികച്ചതാണ്. എന്നാൽ ഇതുപോലെയൊന്ന് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു ബ്രിട്ടൻ. എന്നാൽ ആ ദ്വീപ് ഉപയോഗിക്കാൻ ബ്രിട്ടൻ അമേരിക്കയെ അനുവദിച്ചതുമില്ല. കുറച്ചുകൂടി വേഗത്തിൽ ബ്രിട്ടൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലാണ് ട്രംപ് ബ്രിട്ടന്റെ നടപടിയെ വിലയിരുത്തിയത്. രാത്രിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. ദുബായിൽ ഡ്രോണുകൾ തകർത്തു. സൗദിയിലും കുവൈറ്റിലും വിവിധ മേഖലകളിൽ ആക്രമണം തടഞ്ഞു. ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷമായിരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി നൽകിയിട്ടുള്ളത്. പുതിയ പ്രസ്താവനയിലാണ് മുജ്തബ ഖമേനി നിലപാട് വ്യക്തമാക്കിയത്. തുർക്കിയിലേക്കും ഒമാനിലേക്കും ആക്രമണം നടത്തിയത് ഇറാൻ അല്ലെന്നും ഇവ ഇസ്രായേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണ് എന്നുമാണ് ഇറാന്റെ നിലപാട്. തലമുതിർന്ന നേതൃത്വത്തെ വധിച്ചാൽ ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന ശത്രുക്കളുടെ മോഹം തകർന്നുപോയി എന്നും മുജ്തബ ഖമനേയിയുടെ പ്രസ്താവനയിലുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സമാധാനത്തിന് മുൻകൈ എടുക്കാമെന്ന പുതിയ വാഗ്ദാനവും ശ്രദ്ധേയമാണ്. യുദ്ധം തങ്ങൾ ജയിച്ചു കഴിഞ്ഞെന്ന അമേരിക്കൻ അവകാശവാദത്തെയും ഇറാൻ പരിഹസിച്ചു കഴിഞ്ഞു. അമേരിക്ക അവകാശപ്പെട്ടതല്ല സംഭവിക്കുന്നത് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി പരിഹസിച്ചിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ തകർന്നു എന്ന് അമേരിക്ക അവകാശപ്പെട്ട ശേഷമാണ് F-35 വിമാനം ഇറാൻ വീഴ്ത്തിയത്. ഇറാന്റെ നാവികസേന തകർന്നെന്ന് അവകാശപ്പെട്ട ശേഷമാണ് USS ജെറാൾഡ് ഫോർഡിൻ പിന്തിരിയേണ്ടി വന്നതും എബ്രഹാം ലിങ്കന് ദൂരേക്ക് മാറേണ്ടി വന്നത് എന്നും ഇറാൻ പരിഹസിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്നും മേഖലയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ രംഗത്ത് വന്നു. ഇറാന്റെ പ്രതിരോധ മേഖലയും നാവിക വ്യോമ സേനകളും തകർക്കപ്പെട്ടതായും ആണവ പദ്ധതികൾ ഇനി ഒരിക്കലും പുനരാരംഭിക്കാൻ കഴിയില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇതോടൊപ്പം ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി സംബന്ധിച്ച പുതിയ പദ്ധതിയും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി മുതൽ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല അവിടെ നിന്നുള്ള എണ്ണയും മറ്റു വിഭവങ്ങളും ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ആവശ്യമെങ്കിൽ ഈ രാജ്യങ്ങളെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകുമെങ്കിലും ഇറാന്റെ ഭീഷണി അവസാനിക്കുന്നതോടെ ഇതിന്റെ ആവശ്യം വരില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. എന്നാൽ അമേരിക്കൻ വാദങ്ങൾ ഇറാൻ തള്ളുകയാണ്. യുദ്ധത്തിന് സന്നദ്ധരാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവനയ്ക്കിടയിലും മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാനുള്ള നീക്കത്തിലാണ് വൈറ്റ് ഹൗസ്. ഏകദേശം 2500 മറീനുകളെയും 3 അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും പസഫിക്കിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവും സുരക്ഷാ കൗൺസിൽ തലവനും ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ആയുധ നിർമ്മാണശാലകൾക്കും ആണവ നിലയങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഇറാൻ മിസൈൽ നിർമ്മാണം തുടരുകയാണ് എന്ന് അറിയിച്ചിരുന്നു. മേഖലയിലെ സംഘർഷം ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കാനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്.
ട്രംപിന്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഇറാന്റെ വാതക പാടങ്ങൾക്കു നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമായ സൗത്ത് പാർസി കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭാവിയിൽ ഗ്യാസ് ഫീൽഡുകളെ ലക്ഷ്യം വെക്കരുത് എന്ന് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. വാതക പാടങ്ങൾ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റേത് മാത്രമായിരുന്നുവെന്നും ട്രംപിന്റെ ഇടപെടലോടെ ഇത് നിർത്തിവെക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാനും ഖത്തറും സംയുക്തമായി നടത്തുന്ന സൗത്ത് പാർസ് വാതകപ്പാടം ഇറാന്റെ ആഭ്യന്തര ആവശ്യത്തിനുള്ള പ്രകൃതിവാതകത്തിന്റെ 80% നൽകുന്ന കേന്ദ്രമാണ്. ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തിയതോടുകൂടി തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ നിലയങ്ങൾക്കു നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിനെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗൾഫ് സഖ്യകക്ഷികൾ ട്രംപിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ 20 ദിവസമായി തുടരുന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായി തകർന്നുവെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രതിരോധ മേഖലയും വ്യോമനാവിക സേനകളും തകർന്നതോടെ ലക്ഷ്യം പൂർത്തിയായതായാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിലയിരുത്തൽ. എണ്ണവിലയിലെ വർധനവ് നിയന്ത്രിക്കാനും മേഖലയിലെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇപ്പോൾ ട്രംപ് മുൻഗണന നൽകുന്നത്.